ജൂൺ 7 ഞായറാഴ്ച. കോർപ്പസ് ക്രിസ്റ്റി. യോഹന്നാൻ 6:51 മുതൽ 58 വരെ വാക്യങ്ങൾ. സൈഗോണിലെ മുൻ ആർച്ച് ബിഷപ്പായിരുന്നു കാർഡിനൽ നുയൻ വാൻ തുവാൻ. കമ്മ്യൂണിസ്റ്റ് സൈന്യം അദ്ദേഹത്തെ 13 വർഷം തടവിലാക്കി. അതിൽ 9 വർഷവും ഏകാന്ത തടവായിരുന്നു. 74 വയസ്സിൽ ക്യാൻസർ അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചു. 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളിനെ സഭയിലെ വെനറബിൾ അല്ലെങ്കിൽ ബഹുമാന്യനായി പ്രഖ്യാപിച്ചു. ജയിലിൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദന ദിവ്യബലി അർപ്പിക്കുവാൻ കഴിയാത്തതായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ രഹസ്യമായി ഒരു മരുന്ന് കുപ്പിയിൽ വീഞ്ഞ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഓസി ഒരു ടോർച്ച് ലൈറ്റിൽ ഒളിപ്പിച്ചയച്ചു. ജയിലിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അല്പം ഓസിയും 3 തുള്ളി വീഞ്ഞും 1 തുള്ളി വെള്ളവും ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് കുർബാന അർപ്പിച്ചു. കൈകൾ ബലിപീഠമായും അദ്ദേഹത്തിൻ്റെ സെൽ കത്തീഡ്രലായും മാറി. ഓർമ്മയിൽ നിന്ന് കുർബാനയുടെ പ്രാർത്ഥനകൾ പറഞ്ഞു. ജയിലിൽ കഴിഞ്ഞ ആ വർഷങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ സന്തോഷത്തിൻ്റെ രഹസ്യം ഈ ദിവ്യകാരുണ്യമായിരുന്നു. ദിവ്യകാരുണ്യത്തിൽ വേരൂന്നിയ ഒരു പ്രത്യാശയായിരുന്നു അത്. തൻ്റെ ദിവ്യകാരുണ്യ വിശ്വാസങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ സത്യങ്ങൾ തുണ്ട് കടലാസിൽ എഴുതി ഒരു കത്തോലിക്കന് കൈമാറി. അദ്ദേഹം അവയെല്ലാം എഴുതി വെച്ചു. പിന്നീട് ഒരു പുസ്തകമാക്കി മാറ്റി. ആ പുസ്തകം ദ റോഡ് ടു ഹോപ്പ്, എ ഗോസ്പൽ ഫ്രം ജയിൽ. അതിൽ അദ്ദേഹം പറയുന്നു, ദ ഗോസ്പൽ ഫ്രം പ്രിസൺ, യൂക്രിസ്റ്റിലെ യേശുവിനോടുള്ള തൻ്റെ സ്നേഹം ആത്മകഥാപരമായ സാക്ഷ്യമാണ്. ഇന്ന് സഭ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും. നമ്മുടെ ദൈവം ഏക സത്യമായ ദൈവം, ഒരു വിദൂര ദൈവമല്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ സ്നേഹത്തിൻ്റെ ത്രിത്വമാണ്. യേശുവിൻ്റെ ജഡത്തിൽ തന്നെ വെളിപ്പെടുത്തി നമ്മുടെ രക്ഷയ്ക്കായി പിതാവിന് തൻ്റെ ജീവിതം സമ്പൂർണവും സൗജന്യവുമായ സമ്മാനമാക്കി. യേശു നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാണ്. അവനെ കാണാനും സ്പർശിക്കാനും കഴിയുന്നത്ര അടുത്താണ്. അവൻ നമ്മുടെ ഭക്ഷണപാനീയമായി മാറുന്നത്ര അടുത്താണ്. നമുക്ക് അവനോടൊപ്പം ശാരീരികമായി പോഷിപ്പിക്കാൻ കഴിയുന്നത്ര അടുത്താണ്. അതിനാൽ ഫലപ്രദമായി രൂപാന്തരപ്പെടാൻ കഴിയുന്നത്ര അടുത്താണ് യേശു. സഭ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. സഭ വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നു. പക്ഷേ സഭയെ സൃഷ്ടിക്കുന്നത് കുർബാനയാണ്. സഭ എന്നത് വെറുമൊരു സമൂഹമല്ല, ഒരേ ആദർശം പങ്കുവയ്ക്കുന്നതിൽ നിന്ന് ഉടലെടുക്കുന്ന നിരവധി മനുഷ്യ സംഘടനകളിൽ ഒന്നല്ല. ഒരു അവകാശത്തിൻ്റെ സംരക്ഷണത്തിനോ ഒരു നന്മയുടെ ഉന്നമനത്തിനോ ദുരുപയോഗത്തിനെതിരെ പോരാടുന്നതിനു വേണ്ടിയല്ല. സഭ അതിൻ്റെ തലവനായ
കർത്താവായ യേശുവിൻ്റെ നിഗൂഢ ശരീരമാണ്. ഈ കോർപ്പസ് ഡോമിനി തിരുനാൾ ആഘോഷിക്കുന്നത് ഒന്നാമതായി നാം ആരാണെന്നും നമ്മുടെ വ്യക്തിത്വം എന്താണെന്നും നാം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ആരിൽ നിന്നാണ് നിരന്തരം സൃഷ്ടിക്കപ്പെടുന്നതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ക്രിസ്തീയ സഹോദര ബന്ധം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ദിവ്യകാരുണ്യത്താൽ പോഷിപ്പിക്കപ്പെട്ടാൽ മാത്രമേ വളരുകയും ചെയ്യുകയുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.